Medical lab technology, pharmacy assistant, nursing assistant, hospital administration, pre-primary TTC, beautician and fashion designing, diploma in computer application, diploma in computerized accounting. ഇത് മാത്രമല്ല BA English, BA Political Science, BA History, BA Economics, BA Sociology, BBA, BCom. Learn, get skilled and transform your life. Your dream deserves actions. Start today. Chitra Women's Academy, SMB Junction, Shornur, opposite private bus stand, Patambi. ഒറ്റപ്പാലം നഗരസഭയിലെ 25-ാം വാർഡായ പള്ളം ഭാഗത്തേക്ക് റെയിൽവേ അടിപ്പാതയോ ഓവർബ്രിഡ്ജോ അനുവദിക്കണമെന്ന ആവശ്യം ശക്തം. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പള്ളം ഭാഗത്തെ ജനങ്ങൾക്ക് ഗതാഗത മാർഗം ഒരുക്കി നൽകണമെന്ന ആവശ്യമുയരുന്നു. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗമാണ് ഈ പ്രദേശം. പ്ലാറ്റ്ഫോം നവീകരണത്തിന്റെ ഭാഗമായി റെയിൽവേ മതിൽ കെട്ടിയപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് യാത്രാ സൗകര്യമാണ്. നിലവിൽ ചെറുകിട വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ റോഡ് യാത്രായോഗ്യമാകുന്നത്. റെയിൽപാളം ക്രോസ് ചെയ്തു വേണം പള്ളം ഭാഗത്തെത്താൻ. റോഡ് കൂടി ഇടുങ്ങിയതോടെ ഇവരുടെ വാഹനയാത്ര വളരെ ക്ലേശകരമായി. നഗരസഭാ കൗൺസിലറുടെ നിരന്തര ഇടപെടൽ മൂലം റെയിൽവേ റോഡിന് കുറുകെ നിന്നിരുന്ന ആൽമരം വെട്ടി ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നെങ്കിലും യാത്രാ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഇതോടെയാണ് അടിപ്പാതയോ അല്ലാത്തപക്ഷം റെയിൽവേ നടപ്പാതയോ ഒരുക്കി തരണമെന്ന ആവശ്യം പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നത്. കൗൺസിലർ ഇടപെട്ടുകൊണ്ട് നഗരസഭ റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഒറ്റപ്പാലം MLA K പ്രേംകുമാറും റെയിൽവേയുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് സുഹറ പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിലെ റെയിൽവേ സ്റ്റേഷൻ ഭാഗമായിട്ടുള്ള പള്ളം ഭാഗത്ത് അവിടെ താമസിക്കുന്ന ആളുകൾ ഏകദേശം 100ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് താമസിച്ച് വരുന്നത്. അവിടെയുള്ള നിവാസികളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയായാലും അവർക്ക് ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം അവരുടെ വീടുകളിലേക്ക് എത്താൻ. നിലവിൽ നമുക്കവിടെ ഒരു പള്ളിയും ഒരു മദ്രസയും 2 അംഗനവാടികളും പിന്നെ നമ്മുടെ ഒറ്റപ്പാലം നഗരസഭയുടെ നമ്മുടെ പൊതു ശ്മശാനം കൂടി അവിടെ നിലനിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അവിടെ ഒരു രോഗികൾക്കായാലും ചെറിയ കുട്ടികൾക്കായാലും സ്കൂളിലേക്ക് വരാനും ഗർഭിണികൾക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഭാഗത്തുള്ള പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കുന്നത്. ഗതാഗത മാർഗം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ഇമ്പീരിയൽ തിയേറ്റർ വഴി നമ്മുടെ അരമന ബാർ ആ വഴി വന്നിട്ട് ഓട്ട് കമ്പനിയുടെ ലാസ്റ്റ് വരെയാണ് ആദ്യം നമുക്ക് ഗതാഗത മാർഗം അവിടേക്കുള്ള ആളുകളെ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ റെയിൽവേയുടെ എക്സ്റ്റൻഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടുത്തെ മതിൽ കുറച്ചുകൂടി റോട്ടിലേക്ക് ഇറക്കി കെട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ നഗരസഭയെ സമീപിക്കുകയും MLA സമീപിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നഗരസഭയിൽ നിന്നും ബഹുമാനപ്പെട്ട MLAയുടെ ഭാഗത്തു നിന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി. അപ്പോൾ അത് പ്രകാരം നമുക്ക് മറുപടിയായിട്ട് റെയിൽവേൻ്റെ ഭാഗത്തു നിന്നും അവിടെ വന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് ഒരിക്കലും റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാനുള്ള അനുമതി തരില്ല. നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കൂ എങ്കിൽ നമുക്ക് അവിടെ ഒരു ഓവർ ബ്രിഡ്ജിനുള്ള അനുമതി തരാമെന്നാണ് പറഞ്ഞത്.